സുപ്രീം കോടതിയിൽ നാടകീയ രംഗങ്ങൾ. കേസ് വാദിക്കാനെത്തിയ വ്യക്തി ജഡ്ജിമാർക്കെതിരെ ആക്രോശിച്ചു. ഫയലുകളും പേപ്പറുകളും ജഡ്ജിമാർക്ക് നേരെ ഇയാൾ എറിഞ്ഞു. അതായത് കേസ് വാദിക്കാനെത്തിയിട്ടുള്ള വ്യക്തി ജഡ്ജിമാർക്കെതിരെ ആക്രോശിക്കുന്നതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒപ്പം തന്നെ ഫയലുകളും പേപ്പറുകളും ഒക്കെ ജഡ്ജിമാർക്ക് നേരെ എറിഞ്ഞുകൊണ്ടാണ് ഇയാൾ അയാളുടെ വികാര വിക്ഷോഭം കാണിക്കുന്നത്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ബാലു, ഏത് ഘട്ടത്തിലാണ്, എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പെരുമാറിയത്, എപ്പോഴാണ് ഇതൊക്കെ സംഭവിച്ചത്? ഇന്ന് ജസ്റ്റിസുമാരായ KV വിശ്വനാഥനും അലോക് ആട്രയും അടങ്ങുന്ന ബെഞ്ചിന് മുമ്പാകെയാണ് ഈ നാടകീയമായ സംഭവങ്ങൾ നടന്നിരുന്നത്. ഉത്തർപ്രദേശ് സ്വദേശിയായ പ്രഭാൽ സിംഗ് ആണ്. അദ്ദേഹം പ്രഭാൽ പ്രതാപ് എന്ന വ്യക്തിയാണ് ഈ കേസ് തന്റെ കേസ് വാദിക്കുന്നതിന്, അതായത് അഭിഭാഷകനല്ലാതെ അദ്ദേഹം സ്വന്തമായി നേരിട്ട് കോടതിയിൽ ഹാജരാകുകയായിരുന്നു ഉണ്ടായിരുന്നത്. അലഹബാദ് ഹൈക്കോടതി തന്റെ അപ്പീൽ തള്ളിയതിനെതിരെയായിട്ടായിരുന്നു, അതായത് ഒരു കേസിൽ അപ്പീൽ തള്ളിയതിനെതിരായിട്ടായിരുന്നു ഈ പ്രബൽ പ്രതാപ് എന്ന വ്യക്തി സുപ്രീം കോടതിയിൽ കേസ് വാദിക്കുവാൻ വേണ്ടി എത്തിയിരുന്നത്. തുടർന്ന് ഈ കേസ് വാദത്തിനടുത്തപ്പോൾ തന്നെ അദ്ദേഹം ഈ ജഡ്ജിമാരോട് ഈ കേസിൽ ഈ അലഹബാദ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കാൻ നിർദ്ദേശിക്കുകയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് ബെഞ്ചിന് നേതൃത്വം വഹിച്ചിരുന്ന ജസ്റ്റിസ് KV വിശ്വനാഥൻ അത്തരമൊരു നിർദ്ദേശം നിങ്ങൾക്ക് എങ്ങനെ നൽകാൻ വേണ്ടി കഴിയുമെന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഈ പ്രകോപനപരമായ വാക്കുകൾ ഉപയോഗിക്കുകയും പിന്നീട് ഈ തന്റെ കയ്യിലുണ്ടായിരുന്ന ഈ കടലാസ് കഷ്ണങ്ങളും ഈ കേസ് ഫയലുമൊക്കെ ജഡ്ജിമാർക്ക് നേരെ വലിച്ചെറിയാനൊക്കെ ഉള്ള ശ്രമം നടത്തുകയുമൊക്കെ ചെയ്തു. ഏതായാലും സുപ്രീം കോടതിയിലെ സുരക്ഷാ ജീവനക്കാർ പെട്ടെന്ന് എത്തുകയും ഇദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുകയും, അതായത് കോടതിക്ക് പുറത്തേക്ക് ബലം പ്രയോഗിച്ച് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പോലീസ് വിശദമായ ചോദ്യം ചെയ്യുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗികമായ മറ്റേതെങ്കിലും തരത്തിലുള്ള, അതായത് അദ്ദേഹത്തിന്റെ ബന്ധപ്പെട്ട് മറ്റു വിവരങ്ങളൊന്നും തന്നെ ഈ സുപ്രീം കോടതിയിലെ സുരക്ഷാ ജീവനക്കാർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഈ അദ്ദേഹത്തിന് മാനസിക അസ്വാസ്ഥ്യം ഉൾപ്പെടെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയില്ല. പക്ഷേ ഈ തുടർന്ന് ഇദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് പുറത്തു കൊണ്ടുപോയതിനു ശേഷം ഈ മറ്റു കേസുകളുടെ നടപടികൾ ആ കോടതി മുറിയിൽ സാധാരണഗതിയിൽ തന്നെ നടക്കുകയാണ് ഉണ്ടായത്. അതായത് മറ്റു മാനസിക പ്രശ്നങ്ങളോ അങ്ങനെയുള്ള അസ്വസ്ഥയൊന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഇയാൾക്കെതിരെ നടപടി ഉണ്ടാവില്ലല്ലേ? സ്വാഭാവികമായും എന്താണ് നടപടി എന്ന കാര്യത്തിൽ നമുക്കൊരു വ്യക്തതയില്ല. ഇനി കോടതിയാണ് ഇത്, രാജ്യത്തെ പരമോന്നത കോടതിയിലെ പ്രധാനപ്പെട്ട ജഡ്ജിമാർക്ക് എതിരെയാണ് ഇത്തരത്തിലൊരു നടപടി, ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഈ ആക്രോശവും അതുപോലെ തന്നെ ഈ പേപ്പർ ഫയലുകളും ഒക്കെ വലിച്ചെറിയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് വലിയൊരു കുറ്റമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തുടർ നടപടി എന്താണ് എന്നതിനെ സംബന്ധിച്ച് നിലവിൽ കൂടുതൽ വ്യക്തത ഒന്നും ലഭ്യമായിട്ടില്ല. ശരി, ബി ബാലഗോപാലാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്.